ധർമ്മേന്ദ്ര സാർ എന്ന് പറഞ്ഞൊരു വലിയൊരാൾ കൂടെ അവർ ലാസ്റ്റ് മൂമെൻ്റ് ആയിരുന്നു. അയാൾ നമ്മളെ പേരെങ്ങനെ മാഫി എന്ന് വിളിക്കും. പേരെന്താന്ന് ചോദിക്കും, മാഫിയ ശശി. ശശി അത് മതി. നേരെ വെറും ശശിധരൻ എന്ന് പറയുമ്പോൾ ആരും ഒരു പവറില്ല, നമ്മളെ കയ്യിൽ നേരെ കിട്ടില്ല. അപ്പോൾ യൂണിയനിൽ പറഞ്ഞാൽ നമുക്കൊരു പടം ചെയ്ത് കൊടുക്കുമ്പോൾ എവിടെ ചെയ്തു എന്ന് നോക്കും. നമുക്ക് അവിടെ പോയാൽ പൈസ പ്രൊഡ്യൂസറായാലും അവിടെ കെട്ടണ്ടേ, അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടുമല്ലോ. ഫൈറ്റേഴ്സിന് പൈസ കൊടുക്കാതിരിക്കാനും പറ്റൂല, അത് കറക്റ്റായി കിട്ടും. മോഹൻലാലെ മമ്മൂട്ടി ഇത് എവിടെയും വരുന്നൊരു ചോദ്യമാണ്. ഒരാൾ ഒരു സ്ഥലത്ത് ഒളിഞ്ഞു നിൽക്കുന്ന പോലീസ് വരുന്നു, അപ്പോൾ ഇത്ര സമയം കൊണ്ട് തീർക്കണം ഉള്ള ഇതിൽ നമുക്കൊരു മിനിറ്റ് ഫൈറ്റ് പഠിച്ച് തീർത്ത് ഇനി അടുത്ത ഇന്നൊരു ഫൈറ്റ് തുടങ്ങാൻ പോകും. അപ്പോൾ അതെല്ലാം റിസ്ക് ആയിട്ടുള്ള റോപ്പായിരിക്കും. ഞാനെല്ലാം ഒരു 20 അടി മേലെ നിന്ന് വലിക്കുമ്പോൾ പൊട്ടി വീണിട്ടുണ്ട്. ഹിന്ദി പടം എന്ന് പറയുന്നത് നമുക്ക് അവരെ ബഡ്ജറ്റ് വേറെ എത്ര 100 കോടി എന്ന് പറഞ്ഞാൽ ഹിന്ദി പടം, തെലുങ്ക് പടം അതേമാതിരി. അപ്പോൾ അവർ ഫൈറ്റിനെല്ലാം സമയം തരും. നമ്മൾ മലയാളം ബഡ്ജറ്റിൻ്റെ ഇത് നോക്കണ്ടേ. മമ്മൂക്ക റോപ്പെല്ലാം കെട്ടി റോപ്പിൽ ജമ്പ് ചെയ്ത് അടിക്കണം, അങ്ങനത്തെ ഇതിലെല്ലാം മമ്മൂക്കൊക്കെ ഇഷ്ടം. ഇപ്പോൾ ആരായാലും ഉണ്ണിമൂന്നനായാലും എല്ലാം ആദ്യം ഫൈറ്റ് ട്രെയിനിങ് എടുത്തിട്ടാണ് വരുന്നത്. മമ്മൂക്കെല്ലാം ആ ഒരു സീനോടെ നോക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ലാലേട്ടനാണെങ്കിലും നമ്മൾ ഓവറായിട്ട് പോകുമ്പോൾ ഉണ്ണിമൂന്നൻ്റെ ആ പടം എല്ലാം കണ്ടില്ലേ, മാർക്കോ അതെല്ലാം ഭയങ്കര ഓവറല്ലേ, അത് പറയാം. ഈ പിടുത്തെന്നെല്ലാം ഭയങ്കര ഫീലാണ്, അതെല്ലാം ആളെ ഇതാ. അത് അല്ല, അവരെല്ലാ പടവും അവർ 2-3 പടം അവരൊന്നിച്ച് ചെയ്തല്ലേ. നമസ്കാരം. സീ മലയാളം ന്യൂസിനൊപ്പം ഉള്ളത് ചിറക്കൽ PV ശശിധരൻ. അങ്ങനെ പറഞ്ഞാൽ ആരും അറിയാൻ പോകുന്നില്ല, സംഘടനം മാഫിയ ശശി. നമസ്കാരം സാർ. നമസ്കാരം. എത്രയോ വർഷമായിട്ട് മലയാളികൾ കേൾക്കുകയാണ് ഈ മാഫിയ ശശിന്ന്. ചില സിനിമകളിലൊക്കെ സാറിനെ കാണുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുമ്പം പലപ്പോഴും വില്ലനായിട്ടും ഗുണ്ടായിട്ടും ഒക്കെയാണ് കാണുക. അപ്പോൾ കാണുമ്പോൾ ഒരു പേടിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സെറ്റിലിരിക്കുമ്പോൾ ഞാൻ കണ്ടിരുന്നു ഈ പറഞ്ഞ പോലെ ആൾക്കാർ ഷൂട്ട് കാണാൻ വന്ന ആൾക്കാരൊക്കെ താങ്കളുടെ അടുത്തേക്ക് വന്ന് ഇത് മാഫിയ ശശിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് താങ്കളുടെ അടുത്തേക്ക് വരികയും ഷേക്ക് ഹാൻഡ് കൊടുക്കുകയും വളരെ സൗമ്യനായ ഒരു മനുഷ്യനെ കണ്ട് പരിചയപ്പെട്ട് പോവുകയും ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു. ആൾക്കാർ ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോൾ, സ്നേഹത്തോടെ അടുത്തേക്ക് വരുമ്പോൾ, തുടക്കത്തിൽ അങ്ങനെ ഒരു വിഷയം ആയിരിക്കില്ല. എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, നമ്മൾ ഓഡിയൻസ് എപ്പോഴും നമുക്ക് വേണ്ടേ, ഓഡിയൻസിന് നമുക്ക് വെറുപ്പിക്കാൻ പറ്റില്ല. അത് എല്ലാവരും നമ്മളെ അറിഞ്ഞ് നമ്മൾ വരുമ്പോൾ അവരോട് സ്നേഹത്തോടെ പെരുമാറും, സെൽഫി എടുക്കണമെന്ന് പറയും, കൊടുക്കും. അത് നമുക്ക് എന്താ പറയുക, ഏതാളും ഒരു എളിമയിൽ പോകുന്നതല്ല. ഞാൻ പറ്റൂല അങ്ങനെയെല്ലാം പറഞ്ഞാൽ അവർക്ക് മനസ്സിന് ഫീലാവും. എല്ലാവരും സ്നേഹത്തോടെ നമ്മൾ ഇത് ചെയ്താലും നമുക്ക് സ്നേഹം കിട്ടും. ഒരു പക്ഷേ പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഈ സംഘടനം അല്ലെങ്കിൽ സ്റ്റണ്ട് മാസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ അറിയുന്നതല്ല. ഇപ്പം നമുക്ക് എന്താ പറയുക, കുറേ പടത്തിൽ അഭിനയിക്കുകയെല്ലാം ചെയ്തുകൊണ്ട് കുറേ വർഷങ്ങൾ ഈ പേര് കേൾക്കുന്നതുകൊണ്ട് ആൾക്കാർ അടുത്ത് വന്ന് സംസാരിക്കാനും അവരെ മനസ്സ് നമ്മൾ നോയിക്കാണ്ട് അവരോട് സ്നേഹത്തോട് പെരുമാറണം. അത് എല്ലാവരും എന്തിനാണ് നമ്മൾ വലിയ ആളെന്ന് പറഞ്ഞ് നിൽക്കാൻ പാടില്ല. നമ്മളും അവരുടെ കൂടെ ഉള്ള ഒരു മനുഷ്യൻ അവർക്കും അവർ മനസ്സിലെന്താ പറയുമോ, നമ്മളെന്തെങ്കിലും അയ്യോ ഇയാൾ വലിയ അങ്ങനെ മനസ്സ് വരാൻ പാടില്ല. ഒരു ഓഡിയൻസ് ആയാലും ഏതായാലും എല്ലാവരോടും നമ്മൾ കൂടെ ഇരുന്ന് പഴകണം. എന്നാലേ നമുക്കൊരു സ്നേഹം കിട്ടുമല്ലോ. നമ്മൾ സിനിമാ തിയേറ്ററിൽ കാണുമ്പോൾ നമുക്ക് ഒരു ഇത് കിട്ടും. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഭയങ്കര ഇതായി കഴിഞ്ഞാൽ ഈ പടം കാണുന്നവൻ കൂക്കും. അവരുടെ മനസ്സിൽ ഇതുണ്ടാവും, അയാൾ പോയി സംസാരിക്കുന്നില്ല, അത് സംസാരിക്കില്ല, പിന്നെ എന്തിനാ അയാളോട് നമ്മൾ സ്നേഹത്തോടെ നിൽക്കുക. ആ ഒരു ചിന്താഗതി പല ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടെ നിന്നാൽ നമുക്കും നല്ലത്. ഈ മമ്മൂട്ടി നായകനായ ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞ സിനിമയിലാണ് വളരെ രസകരമായ ഒരു രംഗമുണ്ട്. പേരെന്താന്ന് ചോദിക്കും, മാഫിയ ശശി അത് മതി എന്ന് പറയുന്ന ഒരു രംഗമുണ്ട്. ഈ ശരിക്കും മാഫിയ ശശി എന്ന് പറയുമ്പോൾ പലരുടെയും ധാരണ മലയാളത്തിൽ ഒരു മാഫിയാണ്. പക്ഷേ അതങ്ങനെ അല്ല, അതിന്റെ പിന്നിൽ ഒരു ബോളിവുഡ് കഥയുണ്ട്. അതൊന്ന് പറഞ്ഞാൽ. അതെ, മാഫിയ എന്ന് പറഞ്ഞ ഷാജി കലാസ് പടത്തിൻ്റെ മാഫിയ തന്നെ. ആ മാഫിയ ഹിന്ദിയിലേക്ക് എടുക്കുമ്പോൾ അതിൽ ധർമ്മേന്ദ്ര, ആദിത്യ പഞ്ചോളി, അജയ് മേത്ത, അങ്ങനെ ഒരു 3 ഹീറോ ഉള്ള സംഭവം ബാബുവിനുണ്ട് അതിൽ. അപ്പോൾ സെയിം സംഭവം തന്നെ ഹിന്ദിയിലെടുത്തു. അപ്പോൾ ഹിന്ദിയിലെടുക്കുമ്പോൾ നമുക്കൊരു 14 ഫൈറ്റ് ഉണ്ട് അതിൽ. അപ്പം അവരിങ്ങനെ അവർക്ക് നമ്മൾ ഹിന്ദി എന്ന് പറയുമ്പോൾ ഒരു ഫൈറ്റ് 10 ദിവസം 15 ദിവസം എടുക്കുന്ന ഒരു ഇതാണ് ഹിന്ദി പടം എന്ന് പറയുമ്പോൾ. ഇപ്പോഴെല്ലാം 1 മാസത്തിന് മേലെ ഒരു ഫൈറ്റ് എന്ന് പറയും. ആ സമയത്തെല്ലാം ഒരു 10 ദിവസം 15 ദിവസം അതിൻ്റെ ടൈം. അപ്പോൾ അവരൊരു പ്രൊഡ്യൂസർ കുറച്ച് ചെറിയ ബഡ്ജറ്റിൽ എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ അന്വേഷിച്ച് മദ്രാസിൽ വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൺട്രോൾ RK നായർ എന്ന് പറഞ്ഞായിരുന്നു. അത് ട്രിവാൻഡ്രത്തുള്ളൊരു വലിയ കൺട്രോളായിരുന്നു. അപ്പോൾ അവരങ്ങനെ വന്ന് എന്നെ സജഷൻ ചെയ്യും. ആ സമയത്ത് ഇവർ പ്രൊഡ്യൂസർ ഡയറക്ടർ എല്ലാം അവിടെ നിന്ന് വന്നു.
അസീസ ജാവൽ എന്ന് പറഞ്ഞൊരു ഡയറക്ടറായിരുന്നു. അപ്പോൾ അവരെ ഞാൻ ചെയ്ത പടം എന്തോ കാണണമെന്ന് പറഞ്ഞേരം അന്നേരം ഞാൻ എൻ്റെ ഒരു കാരലിൽ ഫസ്റ്റ് ഞാനൊരു ഫൈറ്റ് മാസാകുന്ന ഫാസിൽ സാറെ പപ്പയുടെ സ്വന്തം അപ്പൂസാണ്. അപ്പോൾ അവർ തന്നെ വേറൊരു തമിഴ് പടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ തമിഴ് പടം അവിടെ റിലീസാവും. ആ പടം കൊണ്ട് കിളിപ്പേച്ച് കേക്കവ എന്നേരം തോന്നുന്നു ഫാസിൽ സാറ് മമ്മൂട്ടി സാറിലുള്ള പടം. അതുകൊണ്ട് അവർക്ക് ഈ ഫൈറ്റ് കാണിക്കുക, ഇത് 2 ദിവസം കൊണ്ടെടുത്ത, ഒരു ദിവസം എടുത്ത് അങ്ങനെ ഫൈറ്റെല്ലാം കാണിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഫിക്സ് ചെയ്താണ്. നമുക്ക് ഇന്ത്യയിൽ പോയാലും കൂടി നമുക്ക് 2 ദിവസം സമയം തന്നില്ല. അവർ 14 ഫൈറ്റ് ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് മാത്രം ഒരു 3 ദിവസം 4 ദിവസം കിട്ടി. മീതിയെല്ലാം 2 ദിവസം ഒരു ദിവസം അങ്ങനെ അവർക്ക് ഒരു ബഡ്ജറ്റിലെടുക്കുന്ന ഒരു അത് കിട്ടി. നമുക്കും അവിടെ ഒരു പേര് കിട്ടി. ധർമ്മേന്ദ്ര സാർ എന്ന് പറഞ്ഞൊരു വലിയൊരാൾ കൂടെ അവർ ലാസ്റ്റ് മൂമെൻ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അയാൾ നമ്മളെ പേരെങ്ങനെ മാഫി എന്ന് വിളിക്കും. പക്ഷേ അത് നമുക്കൊരു ലക്കി പേരായിട്ട് അങ്ങനെ മാഫിയ ശശി എന്ന് കിട്ടും. അവർ വിളിച്ചുകൊണ്ട് നമുക്കതൊരിത് പടം ചെയ്യും. മാഫിയ എന്ന് പറഞ്ഞാൽ വേറൊരു ഗുണ്ടാസ്മാർ. അപ്പോൾ ആ ആൾ വിളിക്കുന്നുണ്ട്. ഇത്രയും ഒരു വലിയ ആൾ നമ്മളെ ഇങ്ങനെ ഒരു വിളിക്കുമ്പോൾ ആ പേരിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ മാഫിയ ശശി എന്ന് പേര്. ഈ ധർമ്മേന്ദ്രയെ പറ്റി പറയുമ്പോഴും മുതിർന്ന ആക്ടേഴ്സ് സാക്ഷാൽ ധർമ്മേന്ദ്ര എന്നൊക്കെയാണ് പറയുന്നത്. എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അദ്ദേഹം ഒരു പേരിട്ട് തന്നു, ഇനി ഇങ്ങനെ മതി എന്ന് പറഞ്ഞു. ഇത് അല്ല, പേര് അയാൾ ഇട്ട് തന്നിട്ടില്ല. വിളിക്കുന്നത് മാഫിയ എന്ന് വിളിക്കും. അയാൾ ഇട്ട് തന്നില്ല. അപ്പോൾ ആ മാഫിയ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫീല്. അപ്പോൾ നമ്മൾ ശരി എന്തൊക്കെ ഒരു ടൈറ്റിൽ വേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ മാഫിയ ശശി ടൈറ്റിൽ അങ്ങ് പൊലിച്ചെന്നാണ് തോന്നുന്നത്. അതെ, അതൊന്ന് ലക്കിയായി. അന്നേരം വെറും ശശിധരൻ എന്ന് പറയുമ്പോൾ ആരും ഒരു പവറില്ല. പിന്നെ അതിന് ശേഷം ഒരു ഇത് കിട്ടി നമുക്ക് ആ പേരോടെ. കണ്ണൂരിൽ നിന്ന് അല്ല, കണ്ണൂരിൽ നിന്ന് ഞാൻ വളർന്നതെല്ലാം മദ്രാസാണ്. നാട് എന്നാ കണ്ണൂരുള്ളൂ. ജനിച്ചത് മാത്രം അവിടെ, പഠിച്ചതെല്ലാം ഞാൻ മദ്രാസിലാണ്. കളരി പഠിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. അത് ഞാൻ 2 വർഷം അവിടെ മദ്രാസിൽ പഠിക്കാത്തതുകൊണ്ട് ഇവിടെ കൊണ്ട് ആക്കിയായിരുന്നു ഇളയച്ചൻ്റെ അടുത്ത്. അപ്പോൾ അന്നേരം പഠിക്കുന്ന സ്പോർട്സിലായിരുന്നു അന്നേരം. ഞാൻ പഠിച്ചതിൽ വലിയൊരു ക്രിസ്ത്യൻ കോളേജ് എന്ന് പറഞ്ഞാൽ വലിയൊരു സ്കൂളത്. ആ സ്കൂളിൽ ഇപ്പോൾ സ്പോർട്സ്, ഫുട്ബോൾ, വോളിബോൾ, ഉള്ള ഹോക്കി, ഗോളി, അങ്ങനെ ഫുട്ബോൾ, ബാക്കി അങ്ങനെ കളിച്ച് പഠിക്കുന്നതിൽ കുറച്ച് ഇൻട്രസ്റ്റ് തോന്നി. പക്ഷേ സ്കൂൾ ടീമിനായതുകൊണ്ട് ഇവരും ശ്രദ്ധിക്കാണ്ട് പോയി. ക്ലാസ്സിൽ സ്കൂളിന് വേണ്ടി കളിക്കുന്ന ആൾക്കാർ അവരെ വലിയ പഠിപ്പിനോട് അത്ര വലിയ ഒരു പ്രശ്നം വരില്ല. നമുക്ക് ഇതൊന്നും ഉള്ളതുകൊണ്ട് പഠിക്കാനും ഒരു ഇതായി. അങ്ങനെ ഇവർ 2 കൊല്ലം നമ്മളെ 2 കൊല്ലമല്ല, എന്നെ മദ്രാസിലാക്കി, ഇവിടെ നാട്ടിലാക്കി ചെറുക്കൽ. അപ്പം അവിടെ ഞാൻ ചെറുക്കൽ രാജേഷ് സ്കൂളിൽ അവിടെ പഠിച്ചത്. അപ്പം അന്നേരം വൈകുന്നേരം ആകുമ്പോൾ കളരിക്ക് പോകും. എന്തെങ്കിലും ഒരു എക്സസൈസ് വേണം. അന്നേരം കുറച്ച് തടിയെല്ലാം ഉള്ളതുകൊണ്ട് എക്സസൈസ് വേണമെന്ന് കളരി പഠിച്ചു. 2 വർഷം അവിടെ പഠിച്ചു. പിന്നെ എനിക്ക് നാട്ടിൽ നമുക്ക് മദ്രാസിൽ നിന്ന് നമുക്ക് നാട്ടിൽ വരുമ്പോൾ അതൊരു ഇതായിരിക്കും. മദ്രാസിനോട് ഇഷ്ടം, നാടോട് അത്ര വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനത് 2 വർഷം പഠിച്ച് 7-8 പഠിച്ച് തിരിച്ച് ഞാൻ 9ാം ക്ലാസ് ആ സ്കൂളിൽ തന്നെ, ക്രിസ്ത്യൻ കോളേജ് സ്കൂളിൽ തന്നെ അച്ഛമ്മനെ കണ്ട് അവിടെ തന്നെ പിന്നെയും പോയി ചേർന്നു, സെയിം സ്കൂളിൽ ചേർന്നു. അപ്പം പിന്നെയും അവിടെ കളിയും ഫുട്ബോൾ ടീമും അതും ഇതും. ആ സമയത്ത് ഈ കളരീൻ്റെ ഗുരുക്കളുണ്ട്, ചന്ദ്രശേഖരൻ ഗുരുക്കൾ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു അനിയൻ സിനിമയിൽ അഭിനയിക്കുന്നത് ദിനചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്, അവൻ ഈ സത്യൻ സാറ് ചെറുപ്പകാലൻ, നസീർ സാറ്, MGR സാർ, അവരിതെല്ലാം ചെറുപ്പകാലമായിട്ട് അഭിനയിക്കുക. അപ്പോൾ അവൻ്റെ കൂടെ ഞാൻ അങ്ങനെ പോകും. അപ്പോൾ ആ സമയത്ത് ഈ ഗുരുക്കൾ അനിയൻ സിനിമയിലുള്ളതുകൊണ്ട് അയാൾ ഈ വടക്കൻ പാട്ട് കഥയെല്ലാം എഴുതുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ സിനിമയിൽ എന്തൊക്കെ ചാൻസ് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കൂടെ തന്നെ നാട്ടിൽ അവിടെ മദ്രാസിൽ വന്നു. അപ്പോൾ ആ സമയത്ത് അയാൾ ഉള്ളതുകൊണ്ട് അവിടെ കളരി ആശാൻ. അപ്പോൾ അവിടെ ഉള്ളതുകൊണ്ട് അവിടെ തിരിച്ച് കളരി പ്രാക്ടീസായി. അങ്ങനെ അവിടെ ക്ലാസ്സെല്ലാം വെച്ച് അങ്ങനെ ഒരു 3-4 കൊല്ലം കൂടി കളരി അങ്ങനെ പഠിച്ചു. അപ്പോൾ ഈ അനിയൻ പോകുന്ന ടൈമിൽ ഞാനും ഇടയ്ക്കിടയ്ക്ക് കൂടെ പോകുന്നതുകൊണ്ട് അവിടെ നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അത് ആൾക്കാർ ഓരോന്ന് അവിടെ വന്നിരിക്കും, കോളേജ് സ്കൂൾ ഇതെല്ലാം എടുക്കുമ്പോൾ അവിടെ ഇരിക്കും. അപ്പോൾ അങ്ങനെ നമുക്കൊരു സിനിമയോട് ഫീലായി. ഇപ്പോൾ എന്ത് ചെയ്ത് ഈ ഫൈറ്റെല്ലാം അറിയുന്നതുകൊണ്ട് അങ്ങനെ സിനിമയിൽ ചാൻസ് വയ്ക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ കുറേ കറങ്ങി ഹരിഹരൻ സാർ എടുത്ത് വന്ന് പൊട്ട്. അപ്പോൾ ഹരിഹരൻ സാർ ഈ പൂച്ച സന്യാസി എന്നൊരു പറഞ്ഞ പടം, അന്നേരം എല്ലാം പുതിയ ആർട്ടിസ്റ്റാണ്. അന്നേരം ഈ രാജ്കുമാർ, ലതാൻ്റെ അനിയൻ രാജ്കുമാർ, അങ്ങനെ കുറേ പേരെ വെച്ചിട്ട് ആ പടം അങ്ങനെ എടുക്കുമ്പോൾ അതിലൊരു കോളേജ് സ്റ്റുഡൻ്റായിട്ട് ഒരു വേഷം ആദ്യമായിട്ട് ഹരിഹരൻ സാറെ തന്ന്. ആ പടം ഭയങ്കര ഹിറ്റായി, 100 ദിവസം ഓടി, ഭയങ്കര ഒരു എല്ലാവർക്കും ഒരു പേര് കിട്ടി അതിൽ. അപ്പോൾ ഹരിഹരൻ സാർ എങ്ങനെ തന്നു.
പിന്നെ അഭിനയത്തിൽ അങ്ങനെ വന്ന് പിന്നെ നമുക്ക് പിന്നെ പോകുമ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ ഇത് തടിയെല്ലാം കൊണ്ട് വില്ലൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള ചാൻസ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫൈറ്റിൽ ആദ്യം കുറച്ച് ദിവസമെല്ലാം അഭിനയിച്ചു. ഭീമൻ, എൻ്റെ കോടതി, പൂച്ച സന്യാസി, അങ്ങനെ കുറേ പടത്തിൽ അങ്ങനെ അഭിനയിച്ച് പിന്നെ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഈ വില്ലനും ഗുണ്ട അങ്ങനത്തെ കൂടെയെല്ലാം കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് എന്ത് ഈ ഫൈറ്റ് യൂണിയനിൽ ഫൈറ്റ് നമുക്ക് അവിടെ ഇതിൽ വലിയ പൈസ ഒന്നും കിട്ടില്ല, ക്യാഷ് വലിയ. അപ്പം എല്ലാവരും അവിടെ ഫൈറ്റിലെ ആൾക്കാർ ഇത്രയും തടിയും ഇതെല്ലാം ഉള്ളതല്ലേ ഫൈറ്റിൽ അങ്ങനെ അവിടെ പോയി ചേർന്നു. ഫൈറ്റ് യൂണിയനിൽ ഫൈറ്റേഴ്സിൻ്റെ യൂണിയനിൽ നമ്മൾ ആദ്യം പോയിട്ട് എനിക്ക് തോന്നുന്നു യൂണിയനിലുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഫൈറ്റിൽ അവരുടെ അടുത്ത് കാശെല്ലാം നമുക്കില്ല, അവരുടെ അടുത്താണ് പോവുക കാശ്, നമ്മളെ കയ്യിൽ നേരെ കിട്ടില്ല. അപ്പോൾ യൂണിയനിൽ പറഞ്ഞാൽ നമുക്കൊരു പടം ചെയ്ത് കൊടുക്കുമ്പോൾ എവിടെ ചെയ്തു എന്ന് നോക്കും. നമുക്ക് അവിടെ പോയാൽ പൈസ പ്രൊഡ്യൂസറായാലും അവിടെ കെട്ടണ്ടേ, അവിടുന്ന് ഞങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്കതൊരു ഫൈറ്റേഴ്സിന് പൈസ കൊടുക്കാതിരിക്കാനും പറ്റൂല, അത് കറക്റ്റായി കിട്ടും. നമ്മൾ വേറെ അഭിനയിക്കാൻ പോകുമ്പോൾ എല്ലാന്ന് കിട്ടൂല, കുറച്ച് തരുമെന്നല്ലേ ഉള്ളൂ. അങ്ങനെ അവിടെ നിന്ന് പോയി കുറേ ഫൈറ്റും എല്ലാ മാഷന്മാരുടെ കൂടെ അങ്ങനെ അസിസ്റ്റൻ്റ്, അങ്ങനെ കുറേ മാഷ്, ത്യാര മാഷ്, വിജയ മാഷ്, ജൂഡോരത്നം, സൂപ്പർ സുബ്രായൻ, ധർമ്മൻ, ഇങ്ങനെ എല്ലാവരുടെ അടുത്തും കൂടെ പോയി അസിസ്റ്റൻ്റായി. അങ്ങനെ അസിസ്റ്റൻ്റായിട്ട് നമുക്ക് അങ്ങനെ ആ ഒരു ഫൈറ്റ് മാഷാണ്ടിക്കൽ ആ സമയത്ത് ഒരു 7 കൊല്ലം ഒരു മാഷ കീഴിൽ അസിസ്റ്റൻ്റായിട്ടോ ഫൈറ്ററായിട്ടോ 7 കൊല്ലത്തിന് ശേഷമാണ് നമുക്ക് ഒരു പടത്തിന് മാഷാവാൻ പറ്റും, സ്വതന്ത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലാണ്ട് നമ്മൾ എടുത്തുകൊണ്ട് പോയി ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തറിയും, ഇതെല്ലാം അറിഞ്ഞിട്ടാണ് പോകേണ്ടത്. പല സിനിമകളുടെ എക്സ്പീരിയൻസ് വേണം ഫൈറ്റിനെ പറ്റി എങ്ങനെ അറിയാം എല്ലാം. അതുകൊണ്ട് നമുക്കൊരു മാർഷൽ ഇത്ര ആകുമ്പോൾ ഒരു ആൾക്കാർ പേടിക്കാണ്ട് നമ്മളെ കൂടെ വരുന്നത്. ഇപ്പോൾ ഓരോരുത്തർ പുതിയതായിട്ട് വരുമ്പം അത് നമുക്ക് എങ്ങനെ റിസ്ക് എന്ന് പറയാൻ പറ്റില്ല. ഇത് ഫുൾ ട്രെയിനിങ് എടുത്ത് ഉള്ളാകുമ്പോൾ അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള അതെ അത് നമ്മൾ ഇത് ചെയ്യണം. നമ്മൾ ഇതിലായിരിക്കും നമ്മളൊരു ആർട്ടിസ്റ്റിന് ഇപ്പം ചെയ്യുന്ന സമയത്ത് ഇത് ചെയ്താൽ നമുക്ക് റിസ്ക് ആണെന്ന് നമുക്ക് മനസ്സിലുണ്ടാവും. അതിനെന്തെല്ലാം സേഫ്റ്റി ചെയ്യണം, അങ്ങനെയെല്ലാം നമുക്കൊരു അതാണ് എക്സ്പീരിയൻസ്, ഇത്ര കൊല്ലം എക്സ്പീരിയൻസ് ഉള്ളവർ. ഇത് പറയുമ്പോഴാണ്, അതായത് സിനിമയുടെ സംവിധായകൻ്റെ പേര് എഴുതി കാണിക്കും. ഇപ്പം നേരത്തെയൊക്കെ ആണെങ്കിൽ സ്റ്റണ്ട് അല്ല സംഘട്ടനം എന്നിങ്ങനെ പറയും. പിന്നീട് ആ പേരുകൾ പലതായി. സ്റ്റണ്ട് ഡയറക്ടർ, സ്റ്റണ്ട് കോർഡിനേറ്റർ, സ്റ്റണ്ട് മാസ്റ്റർ, സ്റ്റണ്ട് കൊറിയോഗ്രഫി എന്നായിരുന്നു. ഇപ്പം രണ്ടായാലും ഒരു സ്റ്റണ്ട് ഡയറക്ടർ ഇത് ചെയ്യുന്ന ഒരാൾ എന്താ ചെയ്യുക? ഇതൊക്കെ ചെയ്യുന്ന ഈ പേരുകൾ മാറുമ്പോൾ ചെയ്യുന്ന ജോലിയിൽ വ്യത്യാസം. ജോലിയിലൊന്നുമില്ല, നമുക്ക് ഒരു പേരിൻ്റെ മാത്രമേ ഉള്ളൂ. ഓരോ ടൈറ്റിൽ നമ്മളോരോ ഇംഗ്ലീഷ് പടത്തിലെല്ലാം വേറെ ആയിരിക്കും. കൊറിയോഗ്രാഫി ഉണ്ടാവും, സ്റ്റണ്ട് മാസ്റ്റർ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കാണുമ്പോൾ ഒരു നമ്മൾ മലയാളത്തിലെടുക്കുമ്പോൾ ഇങ്ങനെ ഇടാന്നുള്ളൊരു എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷെ അത് പേരിൻ്റെ ഒരു 2 ദിവസങ്ങളിലായിട്ട് അൽത്താഫ് നായകനായ ചിത്രം, പിന്നെ ഇപ്പോൾ ഇവിടെ ചിത്രാഞ്ജലിയിൽ ഷൂട്ട് നടക്കുന്നത്, രണ്ടിടത്തും താങ്കൾ ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അധ്വാനം കഴിഞ്ഞ ദിവസം കെട്ടിപ്പൊക്കുകയായിരുന്നു, പൊക്കി താഴോട്ട് ചാടിക്കുകയായിരുന്നു. ഈ സമയത്ത് സ്റ്റണ്ട് ചെയ്യുന്ന സംഘട്ടനം ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് സിനിമയുടെ സംവിധായകൻ പൂർണ്ണമായി കൈവിട്ടിട്ട് ആ സിറ്റുവേഷൻ അങ്ങ് ഏൽപ്പിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എങ്ങനെയാണ് അതൊന്ന് വിശദീകരിക്കുക? ഇല്ല, അത് നമുക്ക് പറയും, സീനെല്ലാം അവരെടുക്കും. സീനെല്ലാം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നോണ്ട് ഇതാ സീൻ ഇങ്ങനെ പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെല്ലാം ഉള്ളത് നമ്മൾ മൈൻഡിലുള്ളത് നമ്മൾ റെഡിയാക്കി വെക്കും. അവരോട് പറയും, ഇന്ന് ഷോർട്ട് ഡൂപ്പ് ഇട്ടുണ്ടെങ്കിൽ ഡൂപ്പ് വരും, അതിന് ശേഷം ആർട്ടിസ്റ്റിൻ്റെ ക്ലോസ് ഉണ്ടാവും, അതുണ്ടാവും, എല്ലാം നമ്മൾ പറഞ്ഞ് വെക്കുമ്പോൾ അവർക്കത് മനസ്സിൽ ഓക്കെ ആവും. ശരി, അപ്പം നിങ്ങൾ തന്നെ എടുത്തോ. അപ്പോൾ നമ്മളത് പറയണം, പറയാണ്ട് നമ്മളെ ഇഷ്ടത്തിന് എടുത്താൽ അവർ മനസ്സിൽ വിചാരിക്കുന്നത് വേറെ ആയിരിക്കും. അപ്പോൾ അവരായിട്ട് നമ്മൾ ആദ്യം ഡിസ്കഷൻ, അവരിങ്ങനെ പറഞ്ഞാലും കൂടി ഇതല്ല ഷോർട്ട് ബേസ് അവരോട് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അവർ മനസ്സിൽ വിചാരിച്ച് ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തോളുക, വീണ്ടും ചർച്ച തുടരും. നമ്മൾ ഇഷ്ടത്തിന് എടുത്തിട്ട് വന്നാൽ കഥയിൽ ശരിയില്ലല്ലോ, ഇതെന്താ പ്രശ്നമാവില്ലോ എന്ന് വെച്ചിട്ട് അവരും പിന്നെ. അപ്പോൾ ആദ്യം നമ്മൾ അവരോട് ഇരുന്ന് അവർ സംഭവം പറയുമ്പോൾ ഡിസ്കഷൻ ചെയ്യും. അപ്പോൾ ഇവിടെയും നമുക്കൊരു കഥ ഇപ്പം പറഞ്ഞത് ഒരാൾ ഒരു സ്ഥലത്ത് ഒളിഞ്ഞു നിൽക്കുന്ന പോലീസ് വരുന്നു, അപ്പോൾ ഇത്ര സമയം കൊണ്ട് തീർക്കണം ഉള്ള ഇതിൽ നമുക്കൊരു മിനിറ്റ് ഫൈറ്റ് ഇപ്പോൾ അടിച്ച് തീർത്ത് ഇനി അടുത്ത ഇന്നൊരു ഫൈറ്റ് തുടങ്ങാൻ പോകുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാവണം. എഡിറ്റ് ചെയ്താൽ എന്തൊക്കെ കട്ടായി പോകും, എല്ലാം എഡിറ്റോടെ ചെയ്തവർക്ക് നമ്മൾ ഇത് സമയമായിട്ട് നമ്മൾ എടുത്തോണ്ടിരിക്കുമ്പോൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് സൗണ്ടിലിട്ട് കാണിച്ചു, ഡയറക്ടറെ കാണിച്ച് എല്ലാം ഹാപ്പിയായി. ഈ 1 മിനിറ്റിൽ പറഞ്ഞ സാധനം കിട്ടി. ഇനി അടുത്ത ഇതേമാതിരി എന്നൊരു സമയം ഇപ്പം മണി 3 5 സീനും എടുക്കണം അവർക്ക്. ഇന്നലെ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് തരാമെന്ന് പറഞ്ഞ് തന്നത് 4:30 മണിയായി കെട്ടി തൂക്കുന്നത്. അപ്പോൾ അത് തീർന്നില്ല, 2-3 ഷോട്ട്. അത് ഇന്ന് രാവിലെ
പോയി എടുത്തു. ഷൂട്ട് അവിടെ നടക്കുന്നുണ്ട്. അതെ അതെ അതെ. ഞാൻ ചോദിക്കുന്നത് ഈ പഴയ രീതികൾ ഈ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടല്ലോ, സാങ്കേതിക സംവിധാനങ്ങൾ ഉണ്ടായി. പണ്ട് ഈ ക്രെയിനിലൊക്കെ കെട്ടിപ്പൊക്കി ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് അത് കാണുമ്പോൾ തന്നെ ദൈവം എന്തെങ്കിലും തോന്നൽ വരും. ഇപ്പൊ എങ്ങനെയാണത്? കുറച്ചും കൂടെ കോംപ്ലക്സ് ആയോ, കുറച്ചും കൂടെ ഈസി ആയോ? ഞാൻ ചോദിക്കുന്നത് ഈ മാസ് പടങ്ങളിലെ ഫൈറ്റ് കാണാൻ വേണ്ടി ആൾക്കാർ അപ്പൊ അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ? മുമ്പെല്ലാം ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് റോപ്പെല്ലാം എന്ന് പറഞ്ഞാൽ ഭയങ്കര നേരിയ റോപ്പായിരിക്കും, ഒരു വലിച്ചാലേ പൊട്ടും. അന്നേരം റോപ്പ് എന്ന് പറഞ്ഞാൽ സിനിമയിൽ കാണാൻ പാടില്ല. അന്നേരം ഈ ഗ്രാഫിക്സ് ചെയ്യാനും അങ്ങനത്തെ ഒരു സംഭവമൊന്നും ഇല്ല. ഇപ്പം നമുക്ക് ഗ്രാഫിക്സ് എല്ലാം വന്നു, റോപ്പ് റിമൂവ് ചെയ്യുക. മുമ്പെല്ലാം റോപ്പ് റിമൂവ് ചെയ്യില്ല. അപ്പോൾ ആ റോപ്പിന് മാത്രം ലൈറ്റിങ് ഒരു ബ്ലാക്കിഷ് മാതിരി കൊടുക്കും, റോപ്പ് കാണാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ അതെല്ലാം റിസ്ക് ആയിട്ടുള്ള റോപ്പായിരിക്കും. ഞാനെല്ലാം ഒരു 20 അടി മേലെ നിന്ന് വലിക്കുമ്പോൾ പൊട്ടി വീണിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വെയിറ്റൊന്നും താങ്ങൂല ആ റോപ്പല്ല. ഇപ്പോഴത്തെ റോപ്പെല്ലാം ഭയങ്കര തിക്കായിട്ടുള്ള റോപ്പ്, നമുക്ക് എറേസ് ചെയ്യുന്നതുകൊണ്ട് തിക്കായിട്ടുള്ള റോപ്പ് കൊണ്ട് നമ്മൾ ചെയ്യുക. എല്ലാ ആർട്ടിസ്റ്റും പേടിക്കാണ്ട് ചെയ്യും എല്ലാം. അങ്ങനെ ഇപ്പോഴത്തെ എക്യുപ്മെൻറ്റ്സ് എല്ലാം നമുക്ക് പവർ ഉള്ളതാണ്, മുമ്പത്തെ മാതിരി അല്ല. അത് മാത്രമല്ലല്ലോ, എനിക്ക് തോന്നുന്നു ഈ ഷോട്ട് എടുക്കുന്ന രീതിയിലും ഒക്കെ ചെറിയ എല്ലാം വ്യത്യാസമുണ്ട്. കണ്ടിന്യൂറ്റി, അതായത് ഫൈറ്റിന്റെ ഒരു കണ്ടിന്യൂറ്റി സാധനം കട്ട് ചെയ്തൊക്കെ എടുക്കുന്നത്. അതെ അതെ. അത് നമ്മളിപ്പോൾ നമുക്കറിയാമല്ലോ, ഇത് ഈ സ്ഥലത്ത് ഒരു കട്ടുണ്ടാകുന്ന നന്നാവും, അങ്ങനെയല്ല എടുത്ത് പോയിക്കൊണ്ട് 2 ക്യാമറ ഉണ്ടാവും, അല്ല 3 ക്യാമറ ഉണ്ടാവും ആ സ്ഥലത്ത് എവിടെയുള്ളത്. നമുക്ക് ഈ നോക്കുമ്പോൾ ഈ അടിക്കുമ്പോൾ അവിടെ ഗ്യാപ്പ് ഉണ്ടാകും, കൊള്ളാത്ത മാതിരി ഉണ്ടാകും. അപ്പോൾ നമുക്ക് വേറെ സ്ഥലത്ത് അങ്ങനെ എടുത്തിട്ട് പോകും. അത് എല്ലാം നമ്മൾ എടുത്തുകൊടുക്കുമ്പോൾ മനസ്സിൽ വരുന്നതല്ലേ അതെല്ലാം. അല്ല, ഓരോ ദിവസവും ഇങ്ങനെ പടം മാറുകയാണ്, പടമല്ല ഇന്ന്. അതെ അതെ. അപ്പോൾ ആ സാഹചര്യങ്ങൾ അനുസരിച്ച് ഇതിൻ്റെ ഒരു എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാണ് വരിക സാധാരണഗതിയിൽ? ഇപ്പോൾ ഒരു പടത്തിൻ്റെ ഒരു ടോട്ടൽ ബഡ്ജറ്റിൽ ഈ പറഞ്ഞ മാസ പടങ്ങളുടെ ഒക്കെ സ്റ്റണ്ടിന് നേരത്തെ മാസ്റ്റർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു മാസമൊക്കെയാണ് സ്റ്റണ്ടിന്റെ ഇത് നീണ്ടു പോവുക. അതിൻ്റെ ഒരു ബഡ്ജറ്റും കാര്യങ്ങളും ഒക്കെ. അല്ല, അത് ഹിന്ദി പടം എന്ന് പറയുന്നത് നമുക്ക് അവരെ ബഡ്ജറ്റ് വേറെ എത്ര 100 കോടി എന്ന് പറഞ്ഞാൽ ഹിന്ദി പടം, തെലുങ്ക് പടം അതേമാതിരി. അപ്പോൾ അവർ ഫൈറ്റിനെല്ലാം സമയം തരും. നമ്മൾ മലയാളം ബഡ്ജറ്റിൻ്റെ ഇത് നോക്കണ്ടേ? നമുക്ക് ഒരു ദിവസം തീർക്കണം, 2 ദിവസം തീർക്കണം. അവരെ ബഡ്ജറ്റ് ഒരു ദിവസം നമുക്ക് മലയാള പടം ചെയ്യുമ്പോൾ ഇത്ര ലക്ഷം ഉറുപ്പ്യ മാറി കിട്ടൂല. അപ്പം ഇതന്നെ ഒരു ദിവസം കൂടി എടുത്താൽ അത്രയും പൈസ പോകുന്നതുകൊണ്ട് അവർ പറയും. പിന്നെ നമുക്ക് കാശെല്ലാം ഉള്ള പ്രൊഡ്യൂസറും നല്ല വലിയ ആർട്ടിസ്റ്റുള്ള പടമാണെങ്കിൽ നമുക്ക് സമയം തന്നാൽ നമുക്ക് ചെയ്യാം. നമ്മുടെ ഒരു സ്വാതന്ത്ര്യം കിട്ടിയാൽ നമുക്ക് ചെയ്യാം. അപ്പം കൂടി നമുക്ക് എന്താ പറയുക, മനസ്സിന് എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ഇത്രയും എടുത്താൽ നമുക്ക് കറക്റ്റായിരിക്കുമല്ലോ, എന്തിനാണ് നമ്മൾ ഓവറായിട്ട് ചെയ്യുന്നത്, പ്രൊഡ്യൂസർ നഷ്ടപ്പെടുത്തുന്നത്? അതെല്ലാവർക്കും മനസ്സിൽ പോകുന്നത്. നമുക്ക് എങ്ങനെ എടുത്താലും ഇത്ര സമയം നമുക്ക് പടത്തിന് വേണ്ടു, ഒരു 3.5 മിനിറ്റോ 2 മിനിറ്റോ വേണ്ടത്. നമുക്ക് അതുകൊണ്ട് ഒരു 10-25 മിനിറ്റ് എടുത്തിട്ട് കട്ട് ചെയ്ത് കളയാവുന്ന കാട്ടി നമുക്ക് പക്കായിട്ട് ഇതന്നെ മതി എന്നുള്ള ഒരു ഫിലിമായതുകൊണ്ട് ഭയങ്കര പേടിച്ചിട്ട് എടുക്കുക. ഇപ്പോൾ ഇതായതുകൊണ്ട് പ്രോബ്ലം ഇല്ല, അങ്ങ് എടുത്ത് പോയിക്കൊണ്ടിരിക്കും. ഈ നമ്മളിത് ചർച്ച ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇരിക്കുന്നത് കേരളത്തിലായതുകൊണ്ട് നമുക്ക് ഈ ഒരു ചോദ്യം ചോദിക്കാതെ മുന്നോട്ട് പോകാനേ പറ്റില്ല. മോഹൻലാലും മമ്മൂട്ടി, കാര്യം ഇത് എവിടെയും വരുന്നൊരു ചോദ്യമാണ്. പൊതുവേ കാണുമ്പോൾ മോഹൻലാൽ കുറച്ചും കൂടെ ബെറ്ററായി സ്റ്റണ്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. താങ്കളുടെ ഒരു അനുഭവത്തിൽ രണ്ടുപേരുടെയും കൂടെ, മമ്മൂട്ടിയുടെ കൂടെ ഒരുപാട് പടം, മോഹൻലാലിന്റെ രണ്ടുപേരും നമുക്ക് എന്താ പറയുക, ഫൈറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ളതാണ്. ആരും നമുക്ക് എന്താ പറയുക, ഫൈറ്റ് ഡാൻസ് നമുക്ക് പറയാൻ പറ്റില്ല. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഹീറോ എന്ന് പറഞ്ഞാൽ ആ ഫൈറ്റിനോട് ചെയ്താൽ അവർക്കും പേര് കിട്ടും. അത് രണ്ടുപേരും ചെയ്യുന്നവരാണ്. ഇപ്പോൾ ലാലേട്ടനാണെങ്കിൽ അതൊരു സ്റ്റൈലിൽ ലാലേട്ടൻ ചെയ്യും, മമ്മൂക്ക അങ്ങ് വേറെ സ്റ്റൈൽ, മമ്മൂക്ക റോപ്പെല്ലാം കെട്ടി റോപ്പിൽ ജമ്പ് ചെയ്ത് അടിക്കണം, അങ്ങനത്തെ നിലയിലുള്ള മമ്മൂക്കയൊക്കെ ഇഷ്ടം. ലാലേട്ടനൊരു നാച്ചുറലായിട്ടും അങ്ങനെ രണ്ടുപേരെ ഫൈറ്റ് ഒരേ ഫൈറ്റ് നമുക്ക് കൊണ്ടുപോകുമ്പോൾ അവരെ ഫൈറ്റ് ഒരു സ്റ്റൈല്, ഇവരെ ഫൈറ്റ് സ്റ്റൈല്, പൃഥ്വിരാജിൻ്റെ ഫൈറ്റ് സ്റ്റൈല്, ഇങ്ങനെ ഓരോ ദിലീപിൻ്റെ ഒരു കോമഡിയോടെ കൊണ്ടുപോകും. സീരിയസ് ഉണ്ടാവില്ല, ഇടയ്ക്ക് സീരിയസ് ഒരു കോമഡിയിൽ വന്ന് ക്ലാപ്സ് വാങ്ങിച്ചുകൊണ്ട് പോകും. അങ്ങനെ എല്ലാവരും ഇപ്പം വരുന്ന ആർട്ടിസ്റ്റെല്ലാം ഗുൽഗറിൻ്റെ സ്റ്റൈല് വേറെ, എല്ലാവരും ഇതിനെ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുക? അതായത് ഇപ്പോൾ പുതുതായിട്ട് ആദ്യമായി ഒരു ആക്ടർ സ്റ്റണ്ട് ചെയ്യാൻ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അയാൾ ഏത് രീതിയിൽ ഇതിനെ സമീപിക്കും, എത്ര ഫ്ലെക്സിബിലിറ്റിയോടെ ചെയ്യും, ഇതൊക്കെ എങ്ങനെയാണ് നമ്മളൊന്ന് അളന്നില്ല? അല്ല, നമുക്കറിയാമല്ലോ, വന്ന് നമുക്ക് അവരോട് ഒരു സീൻ എടുക്കുക, ഒരു ഫൈറ്റ് എടുക്കുമ്പോൾ എല്ലാം നമുക്ക് ഇപ്പം വരുന്ന ആർട്ടിസ്റ്റ് എല്ലാം പഠിച്ചിട്ടില്ല വരുന്നത്. ഇപ്പോൾ ആരായാലും ഉണ്ണിമൂന്നനായാലും എല്ലാം ആദ്യം ഫൈറ്റ് ട്രെയിനിങ് എടുത്തിട്ടാണ് വരുന്നത്. ഉണ്ണിമൂന്നെല്ലാം ഫസ്റ്റ് ഞങ്ങൾ മദ്രാസിൽ വരുന്ന സമയത്ത് ഞാൻ അവിടെ ഒരു ഫൈറ്റ് ചെയ്യുന്ന ക്ലാസ്സിൽ കൊണ്ടുപോയി ഒരാഴ്ച ട്രെയിനിങ് എടുത്തിട്ട് ഞങ്ങൾ ബാങ്കോക്ക് സമ്മർ എന്ന് പറഞ്ഞ പടം, പ്രമോദ് പപ്പൻ്റെ പടത്തിന് കൂടെ വന്ന് ഫുൾ ടൈം ഫൈറ്റായിരുന്നു. എന്നാണ് ചെയ്തത്. ആ പടത്തിലെല്ലാം ഫൈറ്റിന് നല്ല പേര് കിട്ടിയതാണ്. ഉണ്ണിമൂന്നൻ്റെ ഫസ്റ്റ് പടം. അങ്ങനെയല്ല പറയാം, ഓരോരുത്തർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പം
അവർക്ക് എങ്ങനെ ഒരു മനസ്സിന് ഫൈറ്റ് സൂപ്പർ എന്ത് വേണമെങ്കിൽ ചെയ്യുക എന്നുള്ളതിലായിരുന്നു ഇപ്പം വരുന്ന ആർട്ടിസ്റ്റെല്ലാം. നമുക്ക് അത് വെച്ചിട്ട് അങ്ങനെ റിസ്ക് ഇല്ലാത്ത ചില പ്രത്യേക ഇഷ്ടങ്ങൾ കാണുമല്ലോ, അതുണ്ടാവും. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ വന്ന് പറയും, പക്ഷേ ഇങ്ങനെ ചെയ്തോട്ടെ, നമുക്ക് ഓക്കെയാണ്, ഇത് റിസ്ക് ഇല്ലാത്ത അങ്ങ് നമ്മൾ ചെയ്തു കൊടുക്കും. എന്താണ് വന്ന് പറയുക? ഉദാഹരണത്തിന് ഇപ്പം മമ്മൂട്ടി പറയുന്നത് എന്തായിരിക്കും മാസ്റ്ററോട് പറയുക? ഇല്ല, മമ്മൂക്കൊന്നും അങ്ങനെ പറയില്ല. മമ്മൂക്കെല്ലാം ഒരു സീനോടെ നോക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ലാലേട്ടനാണെങ്കിലും നമ്മൾ ഓവറായിട്ട് പോകുമ്പോൾ ഈ കഥയോടെ എങ്ങനെയാണ് പോകുന്നത്, നമ്മൾ എന്തെങ്കിലും കുറച്ച് ഓരോ അയ്യോ ഇത് വേണ്ട, ഇത് ശരിയാവില്ല, അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് പറയും, മമ്മൂക്കയും പറയും, ഇവരും പറയും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു കുറച്ച് ഓവറാക്കട്ടെ എന്ന് വിചാരിച്ച് പോകുമ്പം, അപ്പോൾ ഒരു സബ്ജക്റ്റ് മലയാളം എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, വേറെ തെലുങ്ക് തമിഴാങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാം. തല്ലിന് വേണ്ടി ഇവിടെ തല്ലില്ല. അതെ അതെ അതെ. ഇപ്പം അങ്ങനെയും സിനിമകൾ ഇപ്പം വന്നുകൊണ്ടിരിക്കുക, അത് പറയാൻ പറ്റില്ല നമുക്ക്. ഓരോ ഇപ്പോൾ ഉണ്ണിമൂന്നിൻ്റെ പടം എല്ലാം കണ്ടില്ല, മാർക്കോ, അതെല്ലാം ഭയങ്കര ഓവറല്ലേ, അത് പറയാം. അതെല്ലാം കൊറിയൻ പടമാതിരി നമ്മൾ കാണുമ്പോൾ കൊറിയൻ പടത്തിലെല്ലാം ഇതേമാതിരി ഉണ്ട്. പക്ഷേ അന്നേരം വിചാരിക്കും ഇതൊന്നും മലയാളത്തിൽ എങ്ങനെ വരും എന്നുള്ളതായിരിക്കും. എല്ലാ പടത്തിലും ഓവർ വയലൻസ് എല്ലാം കാണിക്കുന്ന സമയത്ത് ആ നാട്ടിലെ പടത്തിന് ഓക്കെ, ചൈനീസ് കൊറിയ എല്ലാം നമുക്ക് ഓക്കെ. മലയാളത്തിൽ വരുമ്പോൾ അത് വന്ന് വിജയിച്ചു, നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് ഓരോ പടത്തിൻ്റെ ടൈമാണ്. അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞ സിനിമയെ പറ്റി സംസാരിക്കാതെ പോകാനേ പറ്റില്ല. ദേശീയ അവാർഡ് കിട്ടിയ സിനിമയാണ്. രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അതെ, വേറെ രാജശേഖർ, അതുപോലെ സുപ്രീം സുന്ദർ, 3 പേരുമാണ് ഉണ്ടായിരുന്നത്. ഈ കഥ വിവരിച്ചു വരുമ്പോൾ ഈ തുടക്കം തൊട്ട് ഒടുക്കം വരെ ഇങ്ങനെ പ്രേക്ഷകനെ ഇങ്ങനെ ടെൻഷനിൽ നിർത്തുന്ന ഒരു സിനിമയാണ്. ടോം ആൻഡ് ജെറി കളി പോലെ ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള. അപ്പം ഇതിൻ്റെ ഒരു കഥ പറയുമ്പോൾ അതേസമയം വളരെ കൃത്യമായ രാഷ്ട്രീയം കൂടെ പറയുന്ന ഒരു സിനിമയാണ്, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ രാഷ്ട്രീയം. ഇതെങ്ങനെയാണ് സച്ചി വിവരിച്ചത്? എങ്ങനെയാണ് താങ്കൾ അതിനെ ഉൾക്കൊണ്ടത്? എങ്ങനെയാണ് ഇത് ദേശീയ അവാർഡ് കിട്ടുന്ന തരത്തിലേക്ക് അതിൻ്റെ ഒരു ക്ലാസ്സായി ഇത് മാറിയത്? അല്ല, അതാരും പ്രതീക്ഷിക്കാത്തൊരു സംഭവമായിരുന്നു. നമുക്ക് കിട്ടുന്ന, നമ്മൾ എത്രയോ ആയിരക്കണക്കിന് പടം ചെയ്ത് ഇതുവരെ കിട്ടാത്തൊരു സംഭവമാണ്. പക്ഷേ സച്ചേട്ടൻ്റെ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിൽ നമുക്ക് പിടിച്ചു തന്നു, അതുകൊണ്ട് എല്ലാവർക്കും പ്രയോജനമായി. സച്ചേട്ടൻ ഒരു 3-4 പടം ഞാൻ തന്നെ ചെയ്തുകൊണ്ട് നിന്ന്, അനാർക്കലി, അതിൻ്റെ മുമ്പ് എല്ലാം കുറേ പടം എല്ലാം കഴുതെല്ലാം ചെയ്തുകൊണ്ട്. പക്ഷേ ഇത് പറയുമ്പോൾ ഒരു പുതുമയുണ്ടായി, ആളുടെ മനസ്സിലുള്ള ഞങ്ങൾ ചെയ്തു കൊടുത്തത്. ഞാൻ 1-2 സംഭവം ചെയ്തു, 2 ഒരാഴ്ച അങ്ങനെ എല്ലാവരും കൂടി ചെയ്തത്. പക്ഷെ ആൾ പറഞ്ഞ് നമുക്ക് അതും നമ്മളിഷ്ടത്തിന് പോകും, ആളെ മനസ്സിലുള്ളതാണ് വേണ്ടത്. അത് പറയുമ്പോൾ അത് ചെയ്തു കൊടുത്തു. അങ്ങനെ ഒരു സംഭവമെല്ലാം ഈ പിടുത്തുന്നെല്ലാം ഭയങ്കര ഫീലാണ്. അതെല്ലാം ആളെ ഇതാണ്, നമുക്ക് ആ കഥയിലുള്ള ഇതാണ്. അത് ഇല്ലാണ്ട് നമുക്ക് അത് നമ്മളായിട്ട് അതെല്ലാം സച്ചേട്ടൻ്റെ ഒരു കഴിവ് തന്നെ. അപ്പോൾ ആ സമയത്ത് നമ്മൾ തീരുമാനിക്കണം അതെങ്ങനെ വേണം എന്നുള്ളത്. അത് എടുക്കുന്ന ഷോട്ട് നമ്മളായിരിക്കും. ഇങ്ങനെ സംഭവം പറയും, ആളും ഉണ്ടാവും, അവളെ മനസ്സിലുള്ള കറക്റ്റാണ് പറയും. എങ്ങനെ ഉണ്ടായിരുന്നു അവർ തമ്മിലുള്ള ഒരു സ്റ്റണ്ട് ചെയ്യുമ്പോൾ ഉള്ള, അതായത് ബിജു മേനോനും പൃഥ്വിരാജുമാണ്, 2 ഏജ് ആണ്, 2 ഫ്ലെക്സിബിലിറ്റി. അവരെല്ലാ പടവും അവർ 2-3 പടം അവരൊന്നിച്ച് ചെയ്തല്ലേ, അവരങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്ത് ചെയ്യുന്നില്ല. ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്കും കിട്ടണം, ഇവർ കിട്ടും, അങ്ങനെ നമുക്ക് ആരും അതാ പറഞ്ഞത്. അത് അവർ അവർക്ക് ഈഗോ ഉണ്ടായാലും കൂടി സച്ചാട്ടൻ പറഞ്ഞതില്ല ചെയ്യേണ്ടവർ. അത് സച്ചാട്ടൻ മനസ്സിലുള്ള അത് ചെയ്ത വേറെ ഞാൻ ചോദിക്കുന്നത്, അതായത് ഇവരുടെ ഒരു ഏജ് ഉണ്ട്. പൃഥ്വിരാജ് വളരെ യങ്ങാണ്, ബിജു മേനോൻ കുറച്ചും കൂടെ മധ്യവയസ്സിലേക്ക് എത്തിയിട്ടുള്ള ഒരാളാണ്. ഇവരുടെ ഒരു ശാരീരിക ക്ഷമത ഇതുപോലുള്ള ഫൈറ്റ് ചെയ്യുമ്പം അതൊരു വെല്ലുവിളിയായിട്ട് സ്റ്റണ്ട് മാസ്റ്ററുടെ മുന്നിൽ വരത്തില്ലെന്നാണ് എൻ്റെ ചോദ്യം. അല്ല, അവർ അങ്ങനെ നമുക്കത് 2 പേരും ഈക്വലായിട്ട് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഈക്വലായിട്ട് ചെയ്യും. അവർക്കെന്താ ആ സബ്ജക്റ്റ് ഇഷ്ടപ്പെടുന്ന, നമുക്ക് ഇതേമാതിരി ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിൽ അയ്യോ അതൊന്നും വേണ്ടെന്ന് പറയും. ആ സബ്ജക്റ്റോട് അവർക്ക് ഉൾക്കൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യും. 2 പേരും അടിപൊളിയായി ചെയ്ത്, അതൊന്നും ആരും പറയാം അല്ല, ഫൈറ്റ് അല്ല, അല്ല അതൊക്കെ അവർക്ക് പവർ ഉണ്ടാവും. ഇതെങ്ങനെ വരണമെന്ന് അവർ ചെയ്യുമ്പോൾ വേണ്ടേ, അങ്ങനെ പവർ കാണിച്ചല്ലേ ഹിറ്റായത്. ഒരാൾ ഡള്ളായി പോയില്ലേ, 2 പേരും പവറോടെ ചെയ്തു. ഒരുപക്ഷെ അത് ബിജു മേനോന് കൊടുത്ത ഒരു സുപ്രീമസി പൃഥ്വിരാജ് അംഗീകരിക്കുകയും കൂടെ ചെയ്തെന്ന് തോന്നില്ലേ? അല്ല, അത് ചെയ്യും, അത് അങ്ങനെ ഒന്നുമില്ല. ആർട്ടിസ്റ്റുകൾ കഥയല്ലേ അത്, നമ്മൾ കഥയിൽ അവർ സച്ചാട്ടം പറഞ്ഞു അതല്ല പറയാ. എന്ത് നമ്മൾ ചെയ്താലും ഇപ്പോൾ സപ്പോസ് നമുക്ക് ഇയാൾക്ക് കുറച്ച് അധികം കൊടുക്കുമ്പോൾ കൂടി ഡയറക്ടർ വന്ന് പറയും, അങ്ങനെയല്ല കഥയിൽ 2 അത് പറയുമ്പോൾ നമ്മൾ അവരും സമ്മതിക്കും. എല്ലാം മൊത്തം കേൾക്കും. ഓരോ വലിയ ആക്ഷൻ പടമെങ്കിൽ എല്ലാം കേൾക്കും, അല്ലെങ്കിൽ ആ സമയത്തുള്ളൊരു ഇതും പറയും. ഓരോരുത്തർ പറയും, ആദ്യം തന്നെ പറയുമ്പോൾ തന്നെ നമുക്കൊരു 1 ലൈൻ കിട്ടും, പിന്നെ ആ സമയത്തുള്ള
മാസ്റ്ററെ പറ്റി അതും കൂടെ ഒന്ന് ഓർത്ത് പറയണം. കാര്യം ഒരു കാലഘട്ടത്തിൽ ശങ്കട്ടൻ ത്യാഗരാജനായിരുന്നു. അതെ. പിന്നീട് അവിടെ നിന്നിട്ട് പല പേരുകൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പവും താങ്കൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഒരു അനുഭവ സമ്പത്ത്, ഒരു സ്റ്റണ്ട് കൊറിയോഗ്രഫി ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകട സാധ്യതകൾ, റിസ്കിൻ്റെ സാധ്യതകൾ, ഇതൊക്കെ മനസ്സിലാക്കുന്നതിൽ എങ്ങനെയൊക്കെയാണ് താങ്കളെ ഇവരൊക്കെ പരുവപ്പെടുത്തിയത്? ഇങ്ങനെയല്ല, ഞാൻ പറഞ്ഞില്ല, എല്ലാ മാഷെടുത്ത് ലാസ്റ്റ് ഞാൻ ചെയ്ത ഇവരായിരുന്നു. ത്യാഗരാജൻ മാഷെടുത്തായിരുന്നു. എൻഡിലേക്ക് ഞാൻ മാഷാകുന്ന മുമ്പ് ത്യാഗരാജൻ മാഷായിരുന്നു. അതിന് മുമ്പ് എല്ലാ മാഷെടുത്ത് അസിസ്റ്റൻ്റായിട്ട് പോയി. അപ്പോൾ അവരതെല്ലാം ഓരോരോ ഇതെല്ലാം മനസ്സിലുണ്ടാവില്ല, ഓരോ മാഷന്മാരെ എങ്ങനെ എടുക്കുന്നത് അത് ഇത്. അപ്പോൾ അങ്ങനെ ത്യാഗരാജൻ മാഷ കൂടെ എൻഡിലായിരുന്നു ഞാൻ. എന്നിട്ടാണ് ഞാൻ മാഷായത്. അപ്പോൾ അവരെല്ലാം ചെയ്യുന്നതെല്ലാം നമ്മൾ മനസ്സിലുണ്ടാവില്ലേ, ഒരു ഗുരു എന്നുള്ള സ്ഥാനം എല്ലാവരും. ഈ മലയാളം ആക്ടേഴ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, നന്നായി ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്റ്റണ്ട് മാസ്റ്റർ എന്നുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ആക്ടറാണ്? അല്ല, അങ്ങനെ പറയാൻ പറ്റും. നമുക്ക് എല്ലാവരും വേണ്ടുന്നില്ലേ, എല്ലാവരും ചെയ്യും. നമ്മൾ ആരും കുറേ പറയാൻ പറ്റില്ല. എല്ലാ ആർട്ടിസ്റ്റും അത് ചെയ്യുന്നവരാണ്. നമുക്ക് നമ്മൾ എന്ത് പറഞ്ഞ് കാണിച്ചു കൊടുത്താലും ചെയ്യും. അത് നമുക്ക് എന്തായാലും ഒരു പടത്തിൻ്റെ കഥക്കത് ഓക്കെ ആയിട്ട് വന്നാൽ ആ ഫൈറ്റ് നിൽക്കും, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആ മൊഴിച്ചെന്നാൽ നിൽക്കില്ല. അങ്ങനെ ഓരോരോ പടത്തിൻ്റെ ഓരോ സംഭവം ഉണ്ടല്ലോ, നമുക്ക് വെറുതെ ഫൈറ്റ് എടുത്തു പോകുന്നില്ല. നിങ്ങൾ അതേമാതിരി തമിഴ് തെലുങ്കിലെല്ലാം ആണെങ്കിൽ ഇപ്പോൾ ധനുഷ് ഉണ്ട്, ഫസ്റ്റ് ഫൈറ്റ് തന്നെ പടം തന്നെ ഓവർ ഫൈറ്റ് ചെയ്യുന്ന ജനങ്ങൾ അംഗീകരിച്ചു. അല്ലെങ്കിൽ ആ ആൾ ഇത്ര 10-20 പേരെ അടിച്ച് ആരും വിശ്വസിക്കും? ഫസ്റ്റ് വരുമ്പം തന്നെ അവനെ ഒരു മാസ് ഹീറോയിൽ കാണിച്ചു. അപ്പോൾ ജനങ്ങൾക്ക് ഇവൻ എന്തടിച്ചാലും പറ്റുന്നുള്ള ആളാണെന്ന് കാണിക്കണത്. ഫസ്റ്റ് നമുക്കൊരു ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അയാളൊരു കഴിവ് കാണിച്ചാൽ പിന്നെ നമുക്ക് അങ്ങനെ കൊണ്ടുപോകാം. മലയാളത്തിൽ പുറത്തും എല്ലാ പടത്തിലും അങ്ങനെ തന്നെ എല്ലാവരും ഒരു മാസ് ഹീറോ ആവണമെന്നുള്ള ഇതിൽ ആ സബ്ജക്റ്റിൽ എന്താ വരുന്നത്. ഇപ്പം ഒരു ഫാമിലി സബ്ജക്റ്റിൽ മാസ് ഹീറോ കാണിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ആക്ഷൻ ഹീറോ വരുമ്പോൾ നമുക്കതെല്ലാം ചെയ്യാൻ പറ്റും. ഈ പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു സംശയം, നമ്മളിങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ നോർമലായിട്ട് പോകുന്ന, വളരെ യാഥാർത്ഥ്യബോധമുള്ള സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ സ്റ്റണ്ടൊക്കെ വരുന്ന എത്തുമ്പോഴത്തേക്ക് ഒറ്റ അടിക്ക് പറന്ന് തെറിച്ചൊക്കെ പോവാണ് ആൾക്കാർ. അപ്പം ഇങ്ങനൊരു സംഗതി പറയുമ്പോൾ ഈ വലിച്ചു പൊക്കിയൊക്കെ നമുക്ക് തോന്നാറില്ലേ ഇത് പ്രേക്ഷകൻ ഇതിനെ എങ്ങനെ കാണും? അത് ഞാൻ ചോദിക്കുകയാണ് മാസ്റ്റർ എന്താണ് അങ്ങനെ അല്ല അതുണ്ടോ? അല്ല, ഞാൻ പറയും ഓരോ സ്ഥലത്തെല്ലാം ഈ ജനങ്ങൾ, നമ്മൾ മലയാളത്തിൽ തമിഴ് തെലുങ്ക് പ്രശ്നമില്ല, മലയാളത്തിലെല്ലാം ഓരോ ഫൈറ്റ് കണ്ട് ജനങ്ങൾ ഈ പിള്ളേർ വന്നിട്ട് ഓരോരുത്തർ മുമ്പെല്ലാം ഒരിക്കൽ ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്തെല്ലാം വന്നിട്ട് ഇങ്ങനെ ഒരു പടത്തിലെല്ലാം ഏണി ഇങ്ങനെ കഴുത്തെല്ലാം വെച്ച് ഇങ്ങനെ പൊട്ടിക്കുന്ന ഒരു തമിഴ് പടത്തിലെല്ലാം വന്നുകൊണ്ട് അത് മലയാളത്തിലാരോ ചെയ്തു. അത് അപ്പം ആ ആർട്ടിസ്റ്റിൻ്റെ മുമ്പിൽ ഏണിയെല്ലാം എടുത്തിട്ട് വന്ന് ഇത് പൊട്ടിക്ക് കാണിക്കും. വെള്ളമടിച്ച് കഞ്ചാവടിച്ച് വരുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പോൾ അവരെ മനസ്സിൽ നീ സിനിമ കാണിക്കും, ഒറിജിനലായിട്ട് കാണിക്കുന്നു പറഞ്ഞാൽ ഏണിയെല്ലാം എടുത്തിട്ട് വന്നു. അങ്ങനെ ഉണ്ടാവും, ഓരോരുത്തർ വന്ന് നമുക്ക് പഞ്ച പിടിക്കാം. അത് അവർ സിനിമയിൽ ഇത്ര പവറുണ്ട്, നീ എൻ്റെ അടുത്ത് പവർ കാണിക്കും. അപ്പോൾ അവന് ഈ പഞ്ചയിൽ ഭയങ്കര പവറുള്ളവനായിരിക്കും. ഇതെല്ലാം കിട്ടി. ഇത് നമ്മൾ സിനിമയിലെ ആൾക്കാർ അങ്ങനെ പിടിച്ചാൽ പറ്റുക? അപ്പോൾ അവൻ വന്നിട്ട് അതെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. അതാണ് ജനങ്ങൾ. എന്നാലും ഈ പറഞ്ഞ പോലെ സിനിമ റിയാലിറ്റിയിൽ നിൽക്കണം എന്നാണ് താങ്കളുടെ താല്പര്യത്താണ് ഞാൻ മനസ്സിലാക്കിയത്. അതെ. കറുപ്പിൻ്റെ രഹസ്യം എന്താണ്? സ്ഥിരം കംപ്ലീറ്റ് എപ്പോഴും ഞാൻ കറുപ്പ് തന്നെയാണ്. നമ്മൾ അതിൻ്റെ കുറേ കൊല്ലങ്ങളായി എല്ലാം. എന്താണെന്നില്ല, അതൊരു മാർക്കായിപ്പോയി. അത് മാത്രമല്ല കയ്യിൽ എല്ലാം അങ്ങനെ ഒരു സ്റ്റൈലാകട്ടെ എന്ന് വിചാരിച്ച സ്റ്റൈൽ തന്നെ ഒരു നമുക്ക് ഞാൻ എന്താ പറയുക കറുപ്പോട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം അങ്ങനെ ഇത് എത്ര കാലം ഇങ്ങനെ സ്റ്റണ്ട് ഇങ്ങനെ നമുക്ക് തുടർന്ന് പോകാൻ പറ്റും? എന്താണ് ഭാവി പരിപാടികൾ? അങ്ങനെ ഇതന്നെ നമുക്കുള്ളൂ, വേറെ ഒന്നും ഇല്ല. എത്ര കൊല്ലം പോകുന്നവരെ പോട്ട്. മകൻ അഭിനയിക്കുന്നുണ്ട്? മകനുണ്ട്, കൂടെ അസിസ്റ്റൻ്റായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഉണ്ട് സ്റ്റണ്ടിൽ കൂടെ അസിസ്റ്റൻ്റായിട്ട്. അദ്ദേഹം ആക്ടറും കൂടെ ആണെന്ന്? ആക്ടറിൽ നിന്ന് അല്ല, ഇപ്പം ആക്ടിങ് കുറച്ച് ഇതായതുകൊണ്ട് എൻ്റെ കൂടെ വരുന്നുണ്ട്, അസിസ്റ്റൻ്റായിട്ട് വരുന്നുണ്ട്. എന്തായാലും കുറച്ച് നേരം സി മലയാളം ന്യൂസിനൊപ്പം ചെലവഴിച്ചത് ഒരുപക്ഷെ പലതും മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പക്ഷേ ചില കാര്യങ്ങൾ നേരിട്ട് പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്കും പ്രേക്ഷകർക്കും ഉണ്ടാകുന്ന ഒരു സന്തോഷമാണ് ചോദിക്കുന്നത്. കുറച്ച് നേരം സി മലയാളം ന്യൂസിനൊപ്പം ചെലവഴിച്ചത് വളരെ നന്ദി. ഓക്കെ.
ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.